ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവത കഥയിലെ മൂന്നാമത്തെ കഥയാണ്, ഗോകർണന്റെ സപ്താഹം. പിതാവ് ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ മുടിയനായ പുത്രൻ ദുന്ദുകാരി അമ്മയെ നിയന്ത്രിക്കാനും ഉപദ്രവിക്കുവാനും ആരംഭിച്ചു. തന്റെ ദുർനടപ്പുകൾക്ക് തടസ്സം നിന്നാൽ അവൻ അമ്മയെ വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു. അവന്റെ ക്രൂര വിനോദങ്ങൾ ഗ്രാമവാസികൾക്കും അസഹനീയമായി. ഒരു ദിവസം ദുന്ദുകാരി കുടിച്ചു കൂത്താടി അമ്മയുടെ മുമ്പിൽ ചെന്ന് ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സുഖിക്കണം, കുറെ പണം വേണം, ഒളിപ്പിച്ചു വെച്ചതെല്ലാം പുറത്തെടുക്ക്, ഇനി എന്നെ പറ്റിക്കാൻ കഴിയുമെന്നൊന്നും കരുതണ്ട. പുത്രൻ ഭീഷണി മുഴക്കി. ഇല്ല മോനെ, എന്റെ കയ്യിൽ ഒന്നും ഇനി ബാക്കിയില്ല, ഉള്ള ധനമെല്ലാം ഞാൻ മുമ്പ് തന്നെ നിനക്ക് തന്നു കഴിഞ്ഞതാണ്. അമ്മയുടെ വാക്കുകൾ അവനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കോപം ഇരട്ടിച്ചു. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട, പണം തന്നില്ലെങ്കിൽ ഞാൻ അടിച്ചു കൊല്ലും. അമ്മയുടെ നേരെ അവൻ വടിയോങ്ങി അടുത്തു. അമ്മ ഞെട്ടി ആലില പോലെ വിറച്ചു. പാവം, അടികൊള്ളാതിരിക്കാൻ ദൂരേക്കോടി പിന്നാലെ പുത്രനും. ഓടിയോടി അവർ അവസാനം ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അങ്ങനെ ദുന്ദുലിയുടെ കഥ കഴിഞ്ഞു. ഗോകർണന് എല്ലാം അറിയാമായിരുന്നു. കൂടുതലൊന്നും അവൻ അന്വേഷിച്ചില്ല. സുഖമോ ദുഃഖമോ ശത്രുവോ മിത്രമോ ഒന്നും അയാൾക്കില്ലായിരുന്നു. അമ്മയുടെ മരണാനന്തരം ദുന്ദുകാരി കൂടുതൽ ധൂർത്തനും ദുർനടപ്പുകാരനുമായി തീർന്നു. വീട്ടിൽ 5 വേശ്യകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരെ പ്രീതിപ്പെടുത്തുവാൻ ആ മൂഢൻ പല ദുഷ്കൃത്യങ്ങളും ചെയ്തു. ഒരിക്കൽ കാമാന്ധനായ ദുന്ദുകാരിയോട് സ്ത്രീകൾ ധാരാളം ആഭരണങ്ങൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അവൻ അപഹരിച്ചും തട്ടിപ്പറിച്ചും കുറെ പണം സമ്പാദിച്ച് പെണ്ണുങ്ങൾക്ക് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കൊടുത്തു. അതു കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. എല്ലാം കട്ടുകൊണ്ടുവന്നതായിരിക്കുമോ? എങ്കിൽ രാജഭടന്മാർ ഉടനെ എത്തും, ഇവനെ പിടികൂടും, ആഭരണങ്ങളെല്ലാം കൊണ്ടുപോകും. ഇതിലും ഭേദം ഇവനെ കൊന്ന് ധനം എടുത്ത് എങ്ങോട്ടേക്കെങ്കിലും കടന്നു കളയുകയാണ്. പെണ്ണുങ്ങൾ തീരുമാനിച്ചു. രാത്രി ദുന്ദുകാരി ഉറങ്ങിയപ്പോൾ കുലടകൾ ഒത്തുകൂടി അവനെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് കുടുക്കിക്കൊന്നു. മൃതശരീരം അടുത്തുണ്ടായിരുന്ന കുഴിയിലിട്ട് മൂടി. തന്മൂലം കൊലപാതകം ആരും അറിഞ്ഞില്ല. ചോദിച്ചവരോട് ഭർത്താവ് ധനം സമ്പാദിക്കുവാൻ ദൂരെ എവിടെയോ പോയതാണെന്ന് പറഞ്ഞ് അവർ തടിതപ്പി. ദുന്ദുകാരി അവന്റെ കർമ്മഫലം അനുഭവിച്ചു. ഗതികിട്ടാ പ്രേതമായി നാട്ടിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും ക്ലേശിച്ചും തണുപ്പും ചൂടും സഹിക്കാനാവാതെ വിഷമിച്ചു. ഒരിടത്തും ശരണം ലഭിച്ചില്ല. ദുന്ദുകാരിയുടെ മരണവൃത്താന്തം ഗോകർണൻ അറിഞ്ഞു. ഗയാശ്രാദ്ധമൂട്ടി തർപ്പണം ചെയ്തു, പക്ഷെ ഫലം സിദ്ധിച്ചില്ല. ഒരു ദിവസം ഗോകർണൻ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്നു. പാതിര കഴിഞ്ഞപ്പോൾ ഭീകരമായ ഒരു രൂപം കൂരിരുട്ടിൽ പലപ്പോഴായി തെളിഞ്ഞും മാഞ്ഞും അവന്റെ ഉറക്കം കെടുത്തി. ആരാ? പലവട്ടം ചോദിച്ചു. ഉത്തരമില്ല. നിലവിളി ഉയർന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ദുന്ദുകാരിയുടെ പ്രേതം പല പല രൂപങ്ങൾ ധരിച്ച് ഗോകർണന്റെ മുമ്പിൽ നടമാടി. ഗോകർണന് സഹികെട്ടു. ഏതോ ഗതികിട്ടാ പ്രേതമാണ്. കൈക്കുമ്പിൽ നിറയെ വെള്ളമെടുത്ത് പ്രേതത്തെ തെളിച്ചു. അതോടെ പ്രേതത്തിന് സംസാരശേഷിയുണ്ടായി. പ്രേതം പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണ് ദുന്ദുകാരി. കർമ്മഫലം നിമിത്തം എന്റെ ബ്രഹ്മത്വം നശിച്ചു. ധാരാളം പേരുടെ ജീവനൊടുക്കി. സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെട്ട് മരണത്തിനും ഇരയായി. ഇപ്പോൾ വായു മാത്രം ഭക്ഷിച്ച് ഗതികിട്ടാ പ്രേതമായി അലഞ്ഞു തിരിയുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിനക്കു മാത്രമേ കഴിയൂ സഹോദര. വേഗം തന്നെ എന്നെ മോചിപ്പിക്കൂ. വാവിട്ടു നിലവിളിച്ചുകൊണ്ടുള്ള സഹോദരന്റെ രോദനം കേട്ടപ്പോൾ ഗോകർണൻ ദുഃഖിതനായി. താൻ യഥാവിധി ഗയാശ്രാദ്ധം ഊട്ടിയതാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഗതി ലഭിച്ചില്ല? ഗോകർണന് ഒരു പിടിയും കിട്ടിയില്ല. ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മറ്റ് എന്താണ് മാർഗം? പ്രേതമുക്തിക്ക് മാർഗം തേടി ഗോകർണൻ അനേകം വിദ്വാൻമാരെയും ജ്ഞാനികളെയും വേദജ്ഞരെയും സമീപിച്ചു. അവരെല്ലാവരും സൂര്യദേവന്റെ ഉപദേശം കൂടി തേടുന്നത് നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. അതുപ്രകാരം ഗോകർണൻ സൂര്യദേവനോട് പ്രാർത്ഥിച്ചു, ഉപദേശം ആരാഞ്ഞു. കലികാലമാകയാൽ ഭാഗവത ശ്രവണം കൊണ്ട് മാത്രമേ പൂർണ്ണമുക്തി ലഭിക്കുകയുള്ളൂ. 7 ദിവസം ഭാഗവതം പാരായണം ചെയ്യണം. സൂര്യദേവന്റെ ഉപദേശപ്രകാരം ഗോകർണൻ സപ്താഹയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. യജ്ഞത്തിന്റെ നേതൃസ്ഥാനത്ത് ഗോകർണൻ തന്നെയായിരുന്നു. പാരായണം ആരംഭിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം പേർ സപ്താഹം കേൾക്കുന്നതിന് എത്തിച്ചേർന്നു.
മുടന്തന്മാർ, കാഴ്ചയില്ലാത്തവർ, വയസ്സന്മാർ, മന്ദബുദ്ധികൾ തുടങ്ങിയവർ പാപമോചനത്തിനും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി യജ്ഞത്തിൽ പങ്കെടുത്തു. ഗോകർണൻ പറയുന്ന കഥ കേൾക്കാൻ ദേവന്മാർ പോലും സന്നിഹിതരായി. ദുന്ദുകാരി വാദരൂപിയായി 7 മുട്ടുള്ള ഒരു മുളയുടെ അടിയിലുള്ള ദ്വാരം വഴി അകത്തേക്ക് കടന്ന് പാരായണം കേൾക്കാൻ ഇരിപ്പുറപ്പിച്ചു. ആദ്യ ദിവസം സന്ധ്യയ്ക്ക് പ്രഥമസ്കന്ധം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ മുളങ്കാലിലെ ആദ്യത്തെ മുട്ടുപൊട്ടി. അതുപോലെ 2-ാം ദിവസം 2-ാമത്തെ മുട്ടും പിളർന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് 7 മുട്ടുകളും പിളർന്നപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതാവസ്ഥ അപ്രത്യക്ഷമായി. അവൻ ദിവ്യരൂപം ധരിച്ചു. പീതാംബരമുടുത്ത് തുളസീമാലയണിഞ്ഞ് കിരീടകുണ്ടലങ്ങളോടെ മേഘശ്യാമളനായി കാണപ്പെട്ടു. മുക്തനായ ദുന്ദുകാരി ഗോകർണനെ നമസ്കരിച്ചു. പ്രേതത്വത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചു. ഭാഗവതത്തിന്റെയും സപ്താഹ ശ്രവണത്തിന്റെയും മഹിമ ഗോകർണൻ എല്ലാവരെയും വിസ്തരിച്ച് കേൾപ്പിച്ചു. വാക്ക്, മനസ്സ്, ശരീരം ഇവയാൽ ചെയ്ത പാപങ്ങൾ അഗ്നി വിറകിനെ എന്ന പോലെ സപ്താഹം ദഹിപ്പിച്ചു കളയുന്നു. പെട്ടെന്ന് ആകാശത്ത് ഒരു ദിവ്യ വിമാനം കാണപ്പെട്ടു. അതിൽ നിന്ന് ഇറങ്ങി വന്ന വിഷ്ണുഭക്തന്മാർ ദുന്ദുലിപുത്രനെ അതിൽ കയറ്റി. അത് ഗോകർണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ഭാഗവത പാരായണം കേട്ട ശ്രോതാക്കൾ ധാരാളമുള്ളപ്പോൾ എന്തുകൊണ്ട് അവർക്കാർക്കും വേണ്ടി വിമാനം കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ച് വിഷ്ണുഭക്തരെ തടഞ്ഞു. എല്ലാവരും ഒരേ പ്രകാരം സപ്താഹം കേട്ടവരാണ്, അതുകൊണ്ട് ഈ വകഭേദം ശരിയല്ല എന്ന് ഗോകർണൻ തറപ്പിച്ചു പറഞ്ഞു. അതിന് വിഷ്ണുഭക്തന്മാർ പറഞ്ഞ ന്യായം ഇങ്ങനെയാണ്: കേൾക്കുന്നതിന്റെ വ്യത്യാസമനുസരിച്ചാണ് ഫലമുണ്ടാകുന്നത്. വ്രതം 7 നാൾ ഉപവസിച്ചാണ് കേട്ടത്. മനനം ചെയ്ത് കേൾക്കണം, ഏകാഗ്രത വേണം, എങ്കിൽ മാത്രമേ ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗോകർണൻ ഒരിക്കൽ കൂടി സപ്താഹം നടത്തണം. അന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഗോകർണനോടൊപ്പം എല്ലാവരെയും വിശിഷ്ട ലോകത്തിലേക്ക് കൊണ്ടുപോകും. അവർക്ക് പിന്നീട് ജന്മമില്ല. അവർ വിഷ്ണുപദം പ്രാപിക്കും. അവസാനം സനൽകുമാരന്മാർ സപ്താഹ ശ്രവണ വിധി വിസ്തരിച്ചു പറഞ്ഞു. ധാരാളം പേരുടെ സഹായവും വളരെയേറെ ധനവും സപ്താഹ യജ്ഞത്തിന് ആവശ്യമാണ്. യജ്ഞത്തിന് മുഹൂർത്തം കുറിക്കലാണ് ആദ്യ ചടങ്ങ്. ഭാദ്രപദം, അശ്വിനം, കാർത്തിക, മാർഗശീർഷം, ആഷാഢം, ശ്രാവണം തുടങ്ങിയ മാസങ്ങൾ സപ്താഹത്തിന് വിശേഷമാകുന്നു. സപ്താഹ വാർത്ത നാട്ടിലാകെ പ്രചരിപ്പിക്കണം. കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരെ അതിന്റെ മഹത്വം ബോധ്യപ്പെടുത്തണം. 7 ദിവസം കഥ കേൾക്കാൻ സൗകര്യമില്ലാത്തവർ 1 ദിവസമെങ്കിലും സൗകര്യപ്പെടുത്തണം. വരുന്നവർക്കെല്ലാം വാസസ്ഥലം ഒരുക്കണം. പുണ്യഭൂമിയിലോ വനത്തിലോ വീട്ടിലോ വെച്ച് കഥാശ്രവണത്തിന് വേദിയൊരുക്കാം. മണ്ഡപം അലങ്കരിക്കണം. ശ്രോതാവ് കിഴക്ക് അഭിമുഖമായും വക്താവ് വടക്കോട്ട് തിരിഞ്ഞും ഇരിക്കണം. വക്താവിനെ കിഴക്ക് അഭിമുഖമായിട്ടുമാകാം. അപ്പോൾ ശ്രോതാവ് വടക്കോട്ട് വേണം തിരിഞ്ഞിരിക്കാൻ. കേൾവിക്കാർ വട്ടം ചുറ്റിയിരുന്ന് നടുവിൽ വക്താവും മുഖ്യ ശ്രോതാവ് കിഴക്ക് അഭിമുഖമായും ഇരിക്കുന്നതിനും വിരോധമില്ല. വക്താവ് വേദപണ്ഡിതനും വിരക്തനും വിഷ്ണുഭക്തനുമാകണം. പണക്കൊതിയനാകരുത്. കുശലനും ബുദ്ധിമാനുമാകണം. കഥാകഥനത്തിൽ വിഘ്നമുണ്ടാകാതിരിക്കാൻ ഗണപതിയെ പൂജിക്കണം. പിതൃതർപ്പണം വേണ്ട പ്രായശ്ചിത്തങ്ങളും ചെയ്യണം. പത്മമിട്ട് അതിൽ ഭഗവാനെ കുടിയിരുത്തണം. ശ്രീകൃഷ്ണനെ പൂജിച്ച് ധാരാളം ഭഗവസ്തുതികൾ ചൊല്ലണം. ഭാഗവതം ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. സൂര്യോദയം മുതൽ 3:30 യാമം ഭാഗവതം വായിക്കണം. ഉച്ചയ്ക്ക് 2 നാഴിക നേരം വിശ്രമിക്കാം. 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അത് നിവേദ്യച്ചോറായിരിക്കണം. കഥാശ്രവണത്തിന് വിഘ്നമെങ്കിൽ ഉപവാസം പരിത്യജിക്കണം. ദരിദ്രർ, രോഗികൾ, പാപികൾ, ഭാഗ്യഹീനർ, സന്താനഹീനർ തുടങ്ങിയവർ സപ്താഹം ശ്രവിക്കേണ്ടതാണ്. പ്രസാദം, ഭഗവാനു ചാർത്തിയ മാല മുതലായവ ശ്രോതാക്കൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. പായസം, തേൻ, നെയ്യ്, എള്ള്, വിതറിയ ഹവിസ് എന്നിവ ദശമസ്കന്ധത്തിലെ ശ്ലോകം ചൊല്ലി ഹോമിക്കണം. ഗായത്രി മന്ത്രം ജപിച്ച് ഹോമിച്ചാലും ഫലം ചെയ്യും. അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ ആ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. പശുദാനവും കാൽ കഴുകിച്ചിട്ട് നടത്തുന്നതും നല്ലതാണ്. സദസ്സിൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ 3 നൃത്തം വെച്ചപ്പോൾ മഹാവിഷ്ണു സന്തുഷ്ടനായി കാണപ്പെട്ടു. യജ്ഞത്തിലെ പങ്കാളികളോട് ഭഗവാൻ ഇഷ്ടമുള്ള വരങ്ങൾ ചോദിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു. അതുകേട്ട് അവർ ഭഗവാൻ തീർച്ചയായും യജ്ഞങ്ങളിൽ എത്തിച്ചേരണമെന്നും ഭക്തരുടെ മനോരഥം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണമെന്നും അപേക്ഷിച്ചു. അങ്ങനെ തന്നെ എന്ന് മറുപടി പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. നാരദൻ ഭഗവാനെയും ശുഗാദി മഹർഷിമാരെയും വന്ദിച്ച് യാത്രയായി.
ശുഗമഹർഷി ഭക്തിയെ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന സുതന്മാരോടൊപ്പം ഭാഗവതത്തിൽ ലയിപ്പിച്ചു. തന്മൂലം ഭാഗവതത്തെ ഉപാസിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സദാ പ്രകാശിക്കുന്നു. ഭാഗവത തത്വം പരമരഹസ്യമാണ്. അത് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരാംശം സംഗ്രഹിച്ചതാകുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ.